സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ ഉള്ള ഉറക്കീനോ ഐനോല പകൽ തുടങ്ങുന്നതിന് ആദ്യ സമയത്ത് ഉറങ്ങുന്നത് ആ ഉറക്കനെ കുറിച്ചിട്ട് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുകയാണ് ഫഹുവൽ ഫഖ്റോ അത് ദാരിദ്ര്യം ഉണ്ടാക്കി തീർക്കുമെന്നാണ് റബ്ബേ ഞങ്ങളെ കാക്കണം അല്ലാഹ് ഞങ്ങളെ കാക്കണേ റബ്ബേ സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ ഉറക്കുന്നല്ലോ അല്ലാഹുവേ 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 പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും ജീവിതത്തിൽ മാറ്റം വരുത്താനും ഞങ്ങൾക്ക് നീ സൗഭാഗ്യം തരണേ അല്ലാഹ് സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെയുള്ള ഉറക്കിനെ കുറിച്ചിട്ട് മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുകയാണ് നൗമുൽ ഐലൂല അത് ഐലൂലത്തിന്റെ ഉറക്കാണ് ഐലൂലയുടെ ഉറക്കം എന്ന് പറഞ്ഞാൽ പകലിന്റെ ആദ്യ സമയത്തുള്ള ഉറക്കാണ് ഫഹുവൽ ഫഖ്റോ ആ ഉറക്ക് നിന്ന് ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുന്നതാണ് മോനെ സുബഹിയുടെ ശേഷം ഇറങ്ങുന്നത് നിനക്ക് ദാരിദ്ര്യമുണ്ടാക്കാനത് കാരണമാണ് നിനക്ക് ദാരിദ്ര്യമുണ്ടാക്കാനത് കാരണമാണ് അല്ലാഹ് ഞങ്ങളെ കാക്കണേ അല്ലാഹ് രണ്ടാമത്തെ ഉറക്കുണ്ട് അഥവാ സമയം തുടങ്ങുന്ന സമയത്തുള്ള ഉറക്ക് മഹാനവറുകൾ പറയുകയാണ് നമസ്കാരത്തിന് സമയം തുടങ്ങുന്ന ഉറക്കമുണ്ടല്ലോ ഫൈലൂല അതിന്റെ പേരാണ് ഫൈലൂല എന്ന് ഇമാം പറയുകയാണ് അങ്ങനെ സമയം തുടങ്ങുന്ന സമയത്ത് ഉറങ്ങുന്നവരെ സമയത്തിന്റെ തുടക്കഭാഗത്ത് ഉറങ്ങുന്നവരാരാണ് വഹുവൽ ഫജ്റോ ആ ഉറക്ക് ശരീരത്തിന് ക്ഷീണമുണ്ടാക്കുമെന്നാണ് ആ ഉറക്ക് ശരീരത്തിന് ക്ഷീണമുണ്ടാക്കുമെന്നാണ് ആ ഉറക്കുറങ്ങി ഉണർന്നു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന് ക്ഷീണം നൽകുമെന്നാണ് മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നത് എപ്പോഴെങ്കിലും ഉറങ്ങിപ്പോയി എന്നും ഇങ്ങനെ ഉറങ്ങുമ്പോഴാണ് അല്ലാഹു കാക്കട്ടെ അല്ലാഹുവേ മൂന്നാമത്തത് പറയട്ടെ ഉച്ചയോട് അടുത്ത സമയമുണ്ടല്ലോ ളുഹ്റുബാഗ് കൊടുക്കാൻ അടുത്ത സമയമുണ്ടല്ലോ ളുഹ്റുബാഗ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്തുള്ള ഉറക്കുണ്ടല്ലോ അത് കൈലൂല അത് കൈലൂലത്തിന്റെ ഉറക്കാണ് അത് സുന്നത്തുള്ള ഉറക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്താക്കപ്പെട്ട ഉറക്കാണ് ളുഹ്റുബാഗ് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ഉറക്ക് അഥവാ കൈലൂലത്തിന്റെ ഉറക്ക് ആ ഉറക്കിറങ്ങിക്കഴിഞ്ഞാൽ വഹുവ അസിയാദത്തു ഫിൽ അഖ്ലിനാ ബുദ്ധി വർദ്ധിക്കാനത് കാരണമാണ് ബുദ്ധി വർദ്ധിക്കാനത് കാരണമാണ് നിങ്ങളെ ബുദ്ധി വർദ്ധിക്കാൻ അവർക്ക് കാരണമാണെന്ന് മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുകയാണ് മൂന്നാമത്തെ ഉറക്കാണ് അഥവാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ളുഹ്റുബാഗ് 12:30 ആ ളുഹ്റുബാഗ് കൊടുക്കുന്നതിന്റെ കുറച്ച് സമയം അല്പസമയം മുമ്പുള്ള ഉറക്കിനെ കുറിച്ചിട്ടാണ് മഹാനവറുകൾ പറയുന്നത് അത് ബുദ്ധി വർദ്ധിക്കാൻ കാരണമായ ഉറക്കാണ് ആ ഉറക്കുറങ്ങുന്നതിന് പ്രശ്നമില്ല നേരെ മറിച്ച് സുബഹിയുടെ ഉറങ്ങുന്നത് നമ്മുടെ ശരീരത്തിന് പ്രശ്നമാണെന്നാണ് മഹാനവറുകൾ പറയുന്നത് വലിയ ദാരിദ്ര്യമുണ്ടാക്കുമെന്നാണ് റബ്ബേ ഞങ്ങളെ കാക്കണേ അല്ലാഹ് നാലാമത്തെ ഉറക്കിനെ കുറിച്ചിട്ട് മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുകയാണ് നൗമു ഗൈലൂല ആദ്യം പറഞ്ഞത് ഐലൂല രണ്ടാമത് പറഞ്ഞത്
ഗൈലൂല, സുക്കൂനുള്ളത് ഗൈലൂല. ഗൈലൂല ഗൈനിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഗൈലൂല അഥവാ ഗൈലൂലത്തിന്റെ ഉറക്കെന്ന് പറഞ്ഞാൽ അത് പകലിന്റെ അവസാനമുള്ള ഉറക്കാണ്. അഥവാ അസ്റിന് ശേഷം പകല് അവസാനിക്കുന്ന സമയത്തുള്ള ഉറക്കുണ്ടല്ലോ, ആ ഉറക്ക യൂരിത്തുൽ ഹലാ. മോനെ ആ ഉറക്ക് നിനക്ക് വേണ്ട മോനെ, ആ ഉറക്ക് നിനക്ക് വേണ്ട മോനെ, ആ ഉറക്ക് നിനക്ക് വേണ്ട മോനെ. അങ്ങനെ പകലിന്റെ അവസാനം നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാല് യൂരിത്തുൽ ഹലാ, അത് നാശം വരുത്തുള്ള ഉറക്കമാണ്, അത് നാശം വരുത്തുന്ന ഉറക്കമാണ്, അതിനൊക്കെ അല്ലാഹു നാശം തരുന്ന ഉറക്കമാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പകൽ അവസാനിക്കുന്ന സമയത്തുള്ള ഉറക്കമുണ്ടല്ലോ, ആ ഉറക്കം നിങ്ങൾ ഉറങ്ങാൻ പാടില്ല. യൂരിത്തുൽ ഹലാ, അത് നാശം തരും. അതുകൊണ്ടാണ് അസ്റിന് ശേഷം ഉറങ്ങിക്കഴിഞ്ഞ ഉസ്താദുമാരും ഉമ്മമാരൊക്കെ പറയും, ഈ സമയത്ത് ഉറങ്ങാൻ പാടില്ല, ഭ്രാന്തി ഉണ്ടാകും. അഥവാ ബുദ്ധിക്ക് തകരാറ് സംഭവിക്കും. നമുക്കെന്ത് അസ്റിന് ശേഷം സമയം കിട്ടിയ ഉടനെ ഉറങ്ങുന്നല്ലാതെ അങ്ങനെയല്ല. പക്ഷെ നമ്മളൊക്കെ ശ്രദ്ധിക്കണം, ആരോഗ്യം സംരക്ഷിക്കേണ്ടവർ ശ്രദ്ധിക്കാം. നിങ്ങൾ ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞാൽ, കമന്റിലൊന്ന് പറഞ്ഞാൽ, ആരോഗ്യം സംരക്ഷിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പിന്നെ എല്ലാവർക്കും ഉണ്ടാവും. ഈ പറയുന്ന എനിക്കുണ്ട്, നിങ്ങൾക്കൊക്കെ ഉണ്ട് അല്ലേ? ആരോഗ്യം സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? വെറുതെ എങ്ങനെ എപ്പോഴും ഇങ്ങനെ ജിമ്മെടുത്തോണ്ട് ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും? എപ്പോഴും ജിമ്മെടുത്തോണ്ട് പറ്റൂല. കൊടുക്കേണ്ട ഭക്ഷണം കൊടുക്കേണ്ട വിശ്രമം നമ്മൾ കൊടുക്കണം. അതെങ്ങനെയാണ്? അതിൽ പെട്ട ഒന്നാണ്, പ്രധാനപ്പെട്ടതാണ് ഉറക്ക്. അല്ലാഹുവേ, അപ്പോ അസ്റിന് ശേഷം ഉറങ്ങരുത്. ചില മക്കളൊക്കെ അസ്റിന് ശേഷം ഉറങ്ങും. നമ്മള് ചിലപ്പോ വിളിച്ചോ, അത് കുട്ടിയല്ലേ ഉറങ്ങിക്കോട്ടെ, എന്ത് കുട്ടി, അത് കുട്ടിയല്ലേ ഉറങ്ങിക്കോട്ടെ നമ്മൾ, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറയാം, അത് കുട്ടിയല്ലേ ഉറങ്ങിക്കോട്ടെ. അല്ലെങ്കിൽ ചെറിയ മക്കളൊക്കെ ചിലപ്പോ രാത്രി നമ്മളിങ്ങനെ അറിവിനിലാവ് കേട്ടിരിക്കേക്കാരം, മക്കൾ അവിടെ ഇവിടെയൊക്കെ ചെന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. അവിടെ ചിലപ്പോ മൂത്രയിച്ചിട്ടുണ്ടാവും. ആ ഒരു പമ്പേഴ്സുമ്മ തന്നെ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അറിവിനിലാവ് കഴിഞ്ഞിട്ട് നേരെ കൊണ്ടേ ബെഡ് കിടക്കുക. അങ്ങനെയല്ല, അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് കിടക്കുക. നമ്മൾ അറിവിനിലാവ് കേട്ടിരിക്കും, ഇതൊക്കെ കഴിയണമെങ്കിൽ 12-1 മണിക്കാവും. എന്നിട്ട് ഇല്ല ടൊപ്പൊക്കെ നേരത്തെ കഴിയും, അതൊക്കെ പഴയത്. ഇപ്പൊ നേരത്തെ ഞാൻ ഉറക്കനെ കുറിച്ച് പറയല്ലേ, അപ്പൊ ഇനിയിപ്പോ നേരത്തെ അവസാനിപ്പിക്കാൻ ഞാൻ പറ്റൂല, നമുക്ക് ഉറങ്ങണ്ടേ. അപ്പോ ഇൻഷാ അല്ലാഹ് നേരത്തെ കഴിയും. പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, മക്കളൊക്കെ നമ്മൾ നേരെ എടുത്തിട്ട് നേരെ ആ മൂത്രവെച്ച ആ ഒരു പമ്പേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ മൂത്രവെച്ച ആ ഒരു തുണി ഉണ്ടാവും, അതേമാതിരി വിസ്മി ചെല്ലിയിട്ട് മൂത്രത്തോട് കൂടി അതോട് കൂടി വെക്കും. അങ്ങനെയല്ല, അതൊക്കെ ഒന്ന് മാറ്റണം. അതൊക്കെ ചെറുപ്പത്തിലെ മക്കൾക്ക് മാറ്റി ശീലിപ്പിക്കണം. അങ്ങനെ വളരുന്ന മക്കൾ ഈമാനുള്ള, സുഹൃതമുള്ള, ബുദ്ധിയുള്ള, തന്റേടമുള്ള മക്കളായിരിക്കും. ഇങ്ങനെ വളരുന്ന മക്കൾ നന്മയുടെ പൂക്കൾ. അവിടെ നിന്ന് ഇതൊക്കെ പോകുന്നത്. മക്കളെ നന്നാക്കണമെങ്കിൽ പഠിക്കണം, അങ്ങനെ പറഞ്ഞാൽ പോരാ. തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ അങ്ങനെയാണ്. തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഭാര്യ ഭർത്താവ് ജീവിതം പറയുന്ന മക്കളെ ഇൻഷാ അല്ലാഹ് ഇനി മക്കൾ ഉണ്ടാവുന്ന പ്രസവത്തെ കുറിച്ച് നമുക്ക് പറയണം. ഗർഭിണിയായി കഴിഞ്ഞാൽ 1-ാം മാസം, 2-ാം മാസം, 3-ാം മാസം, 4-ാം മാസം, അതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയും. ബേജാറാവുണ്ട്, അതൊക്കെ പറയും. ഇവിടെ പോരാണ്. ഇപ്പൊ നമ്മൾ കിടപ്പറയിൽ എത്തിയിട്ടുണ്ട്. കിടപ്പറയിലെ ബെഡ്റൂമിലെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ബെഡ്റൂമിലെ ഉറക്കത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഉറക്കത്തെ കുറിച്ചൊന്ന് വിശദീകരിച്ച് തന്നു മാത്രം. അപ്പോ ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചില മര്യാദകളുണ്ട്, നമ്മൾ അതിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ അസ്റിന് ശേഷം ഉറങ്ങിയാൽ ഭ്രാന്തി ഉണ്ടാവും. അഥവാ യൂരിത്തുൽ ഹലാ, നാശനഷ്ടങ്ങൾ നിങ്ങൾക്കത് വരുത്തി വെക്കുമെന്ന് മഹാനായ ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്.